ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ്. നേരത്തെ നമ്മൾ പാര ഫ്രെയിംവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അത് വളരെ സിംപ്ലസ്റ്റ് ആയിട്ട് ഫോമിലാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ പാർട്ട് 2 വേർഷനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നോഷനിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഏരിയ പ്രോജക്ട് റിസോഴ്സ് ആർക്കൈവ് നമ്മൾ ചെയ്തു. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയ പ്രോജക്ട് റിസോഴ്സ് ആർക്കൈവിലൊക്കെ എന്താണ് വരുന്നത്, ഒരു ടാസ്ക്കാണ് നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാസ്കിനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ഡീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അതായത് ടാസ്കിന് ഒരു സെപ്പറേറ്റ് ഡേറ്റാബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. സോ നമ്മുടെ കറന്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഏരിയ ഉണ്ടായിരുന്നു, ആ ഏരിയയുടെ അണ്ടറിലാണ് പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഏരിയ പ്രോജക്റ്റ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആ ഏരിയ കൂടാതെ വൺ മോർ റിസോഴ്സസും കൂടെ ഉണ്ട്. അപ്പോൾ പിന്നീട് ആർക്കൈവ് ഉണ്ട്, ഏരിയ പ്രോജക്റ്റ് റിസോഴ്സ് ആർക്കൈവ്. അതായത് ഏരിയ വേണമെങ്കിൽ ആർക്കൈവ് ചെയ്യാം, റിസോഴ്സ് വേണമെങ്കിൽ ആർക്കൈവ് ചെയ്യാം, പ്രോജക്റ്റ് വേണമെങ്കിൽ ആർക്കൈവ് ചെയ്യാം. ഇതിനകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ടാസ്ക് എന്ന് പറയുന്നതിനെ ഇൻഡിപെൻഡന്റ് ആക്കി കൊണ്ടുവരുന്നു. കറണ്ട് സെറ്റപ്പിൽ ഈ ഏരിയയ്ക്കും പ്രോജക്റ്റിനും ഉള്ളിൽ തന്നെ ആയിരുന്നു ടാസ്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡേറ്റാബേസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരും. എന്നിട്ട് ഈ ഡേറ്റാബേസിനെ നമ്മൾ എല്ലായിടവുമായിട്ട് കണക്ട് ചെയ്യും. എങ്ങനെ? ഈ ഡേറ്റാബേസിനെ ഏരിയയുമായിട്ടും കണക്ട് ചെയ്യും, ഈ ഡേറ്റാബേസിനെ പ്രോജക്റ്റുമായിട്ടും കണക്ട് ചെയ്യും. റിസോഴ്സ് ആയിട്ട് അങ്ങനെ വേണമെന്നില്ല, ബട്ട് റിസോഴ്സ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഫോർ ടൈം ബീയിങ് ഞാനിപ്പം റിസോഴ്സിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. റിസോഴ്സ് എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ഏരിയ പ്രോജക്റ്റ് ആണ്, ടാസ്ക് ആയിട്ട് ഇപ്പോൾ ചെയ്തിട്ടില്ല. സോ നമുക്ക് ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം ഒരു റിസോഴ്സിനെ. അപ്പോൾ ഇതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ ആയിട്ടും കണക്ട് ചെയ്യാം, പ്രോജക്റ്റുമായിട്ടും കണക്ട് ചെയ്യാം, അതല്ലെങ്കിൽ അത് ആർക്കൈവ് ചെയ്യാം. സോ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമുക്കൊരു ഡേറ്റാബേസ് ഉണ്ടാക്കണം. ഇൻലൈൻ ഡേറ്റാബേസ് അല്ല, ഫുൾ പേജ് ഡേറ്റാബേസ് നമ്മൾ ഉണ്ടാക്കുന്നു. ആ ഡേറ്റാബേസിന്റെ പേരാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഒരു ഐക്കൺ ആഡ് ചെയ്യാം, ഐക്കൺ സെറ്റിൽ പോവുക, ചെക്ക് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടാഗ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ടാസ്ക് പ്രോപ്പർട്ടിയാണ്. ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക് എന്ന് വേണം, അതിൻ്റെ ഒരു ടാസ്ക് നെയിം വേണം, പിന്നീട് എന്ത് വേണം? ഡേറ്റ് വേണം, ഡ്യൂ ഡേറ്റ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് വേണം. ഇതിനകത്ത് സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് എന്ന് ചിലപ്പോൾ ആളുകൾ ഇടാറുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡേറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ എൻഡ് ഡേറ്റ് ഉണ്ട്. ഈ എൻഡ് ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ആൻഡ് എൻഡ് പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടാം. അതുകൊണ്ടാണ് ഞാൻ എൻഡ് സെപ്പറേറ്റ് ആയിട്ട് വെക്കാത്തത്. ഓക്കെ, ഡ്യൂ ഡേറ്റ് ഉണ്ട്. പിന്നീട് പ്രയോറിറ്റി നമുക്ക് വെക്കാം. ബിക്കോസ് പ്രയോറിറ്റി ഇവിടെയാണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓപ്ഷൻസ് ഹൈ, മീഡിയം, ലോ, 3 പ്രയോറിറ്റി. സോ കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ തൽക്കാലത്തേക്ക് കളറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഞാനാണെങ്കിൽ ജസ്റ്റ് ഓർഡർ ഒന്ന് മാറ്റുന്നു. പിന്നീട് എന്താണ്, നമുക്ക് ബാക്കിയുള്ള പ്രോപ്പർട്ടി വരുന്നതിന് മുമ്പ് നമുക്ക് റിലേഷൻസ് എല്ലാം സെറ്റ് ചെയ്യാം. റിലേഷൻസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് ഉള്ളതുകൊണ്ട് നമുക്ക് റിലേഷൻസ് സെറ്റ് ചെയ്യാം. ആരൊക്കെയാണ് റിലേഷൻസ് വേണ്ടത്? ടാസ്കിന് പ്രോജക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ് ടാസ്ക്. ഓക്കെ, പ്രോജക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. സോ വി ആഡ് എ റിലേഷൻ. പിന്നീട് എന്തായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? ഏരിയയുമായിട്ട് നമുക്ക് റിലേഷൻ സെർച്ച് ചെയ്യണം. അതേപോലെ തന്നെ ഏരിയ. ഓക്കെ, 2 റിലേഷൻസ് ആണ്, ആഡ് റിലേഷൻ. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഷൂട്ട് വീഡിയോ, ഷൂട്ട് പാര വീഡിയോ. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഈ ടാസ്ക് എന്ന് പറയുന്നത് ഓക്കെ ടുഡേ ടു നെക്സ്റ്റ് വീക്ക്, ടുഡേ സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് വീക്കിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ പ്രയോറിറ്റി ഹൈ ആണ്. ദിസ് പ്രോജക്റ്റ് റിലേറ്റഡ് ടു വിച്ച് പ്രോജക്റ്റ്? ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് പാര വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പ്രോജക്റ്റ് തൽക്കാലം ഏത് ഏരിയയുമായിട്ടുള്ള കണക്റ്റഡ് ആണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഏരിയ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളത് ഇവിടെ യൂട്യൂബായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബർ എന്നതിൻ്റെ റോളിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രോജക്റ്റ് എന്ന് പറയുന്നത് കുറച്ച്, അല്ലെങ്കിൽ മന്ത്ലി 8 വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുത്തിരിക്കും. കുറേ ചങ്ക് ഓഫ് ടാസ്കുകളുടെ ഒരു കൂട്ടായ്മയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇത് പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചു ഏരിയ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പ്രോജക്റ്റിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ടാസ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതണമെന്നുണ്ട്. മേ ബി സ്റ്റാറ്റസ് എഴുതാം, സ്റ്റാറ്റസിലെ കംപ്ലീറ്റഡ് ഓർ നോട്ട് എന്ന് എഴുതാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്? ചെക്ക് ബോക്സ് തിരഞ്ഞെടുക്കാം. ഒരു ചെക്ക് ബോക്സ് എടുത്തിട്ട് കംപ്ലീറ്റഡ് ഓർ നോട്ട് എന്ന് നമുക്ക് എഴുതാം. കംപ്ലീറ്റ്. പിന്നെ ആർക്കൈവായിട്ടൊരു കണക്ഷൻ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആർക്കൈവ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ആർക്കൈവ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ ചെയ്തതിനെ റിഫൈൻ ചെയ്തൊന്നും പ്രോപ്പർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പാരയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റ് ആണെന്ന് വൃത്തിയാക്കി എടുക്കേണ്ടത്. ഈ പ്രോജക്റ്റ് ആക്കി എടുക്കുക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓരോ ടാസ്ക് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തത്. ആക്ച്വലി ഇവിടെ നമ്മൾ പ്രോജക്റ്റുകളാണ് ഇനിയിപ്പം ആഡ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട്. തൽക്കാലം ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നില്ല, ഞാനിത് ഇങ്ങനെ തന്നെ വെക്കുകയാണ്. നമുക്കിപ്പം നേരെ പോയിട്ട്
ഏരിയയിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഏരിയയിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ ടാസ്കുകളാണ് ഓപ്പൺ ആയിട്ടുള്ളത്, എന്തൊക്കെ പ്രോജക്റ്റുകളാണ് ഓപ്പൺ ആയിട്ടുള്ളത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മളിവിടെ വരുമ്പോൾ എന്താ കാണുന്നത്, ആ പ്രോജക്റ്റാണ്. ആക്ച്വലി ഷൂട്ട് പാരാ വീഡിയോ എന്നുള്ളത് പ്രോജക്റ്റ് നെയിമും കൂടാണ്. ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും എന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും പാരയിലേക്ക് പോയിട്ട്, ബിക്കോസ് പ്രോജക്റ്റ് ആണെങ്കിൽ ഈ ഷൂട്ട് പാരാ വീഡിയോ എന്നുള്ളത് പാരാ സീരീസ് എന്ന് പറഞ്ഞ് ആക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ അല്ലേ, അതിലൊരു വീഡിയോ കഴിഞ്ഞു, ഇപ്പോഴത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആക്കാം. അപ്പം വീണ്ടും ഞാൻ ടാസ്കിൽ ചെന്ന് കഴിഞ്ഞാൽ യൂട്യൂബ് പാരാ സീരീസ് എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ആണിത്. ഓക്കെ, അപ്പോൾ ഈ ടാസ്ക് നമ്മൾ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയണം എത്രയൊക്കെ ടാസ്ക് ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്, അല്ലെങ്കിൽ പെൻഡിങ് ടാസ്കുകൾ കിടപ്പുണ്ട് എന്നുള്ള ഒരു സംഭവം നമുക്കിവിടെ കാണണം. നമ്മൾ പ്രോജക്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പാരാ സീരീസ് ഇൻ പ്രോഗ്രസ് ആണെന്ന് റിസോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ടാസ്ക് എന്ന് പറയുന്നതാണ് കണക്ട് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മോളിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എഗെയിൻ നമുക്കൊരു ഡേറ്റാബേസ് വേണ്ട, ആ ഡേറ്റാബേസിന്റെ ഒരു ലിങ്ക്ഡ് വ്യൂ മതി. ലിങ്ക്ഡ് വ്യൂ ഓഫ് ഡേറ്റാബേസ്. ഓക്കെ, ഏത് ഡേറ്റാബേസ് ആണ് നമ്മൾ എടുക്കേണ്ടത്? ടാസ്ക് എന്ന് പറയുന്ന ഡേറ്റാബേസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, ലിങ്ക് ചെയ്യേണ്ടത്. സോ ഓൾറെഡി ടാസ്ക് ചെയ്തപ്പോൾ എല്ലാ ഇതും നമ്മൾക്ക് ഇവിടേക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ വരും. നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് ഏരിയ മാത്രം മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഇവിടെയല്ല ചെയ്യേണ്ടത്, ഇതിന് ടെംപ്ലേറ്റിലാണ് എഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ആൾക്കാരെ ഇവിടെ ചെയ്ത് കാണിക്കാം, എന്നിട്ട് നമുക്ക് ടെംപ്ലേറ്റിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് ഫിൽട്ടർ ചെയ്യേണ്ടത്. സോ ഇവിടെ യൂട്യൂബ് സെലക്ട് ചെയ്തു. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഓരോ ഏരിയയിലും പർട്ടിക്കുലർലി പോയി ഇത് ഈ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അൺടൈറ്റിൽ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ടെംപ്ലേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ ആഡ് ചെയ്യാം. അതാണ് ബെറ്റർ. അതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് അഗെയിൻ ലിങ്ക്ഡ് വ്യൂ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ലിങ്ക്ഡ് വ്യൂ ഓഫ് ഡേറ്റാബേസ് സെർച്ച് ചെയ്തതിന് ശേഷം ടാസ്ക് സെലക്ട് ചെയ്യുക. ടാസ്ക് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്ത്, ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് വ്യൂ മാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്യണം ബൈ ഏരിയ. ഏരിയ എങ്ങനെ ഫിൽട്ടർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അൺടൈറ്റിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഏരിയ, ഏതൊക്കെയാണോ ഏരിയാസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽട്ടർ ആവും. എന്നിട്ട് വേണമെങ്കിൽ കൂടുതൽ ഫിൽറ്ററുകൾ കൊടുക്കാം. ഡ്യൂ ഡേറ്റ് കൊടുക്കാം, പാസ്റ്റ് ഡ്യൂ ഡേറ്റ് വെച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുവരെ അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ളത് മാത്രം കൊടുക്കാം. വേണമെങ്കിൽ ഒരു ഫിൽറ്റർ കൂടെ കൊടുക്കാം. കംപ്ലീറ്റഡ് അല്ലാത്തത് മാത്രം നമുക്ക് കൊടുത്താൽ മതി. കംപ്ലീറ്റിൽ അൺചെക്ഡ് മാത്രം ഇവിടെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതിപ്പോൾ സേവ് ആയി. ഇനിയിപ്പോൾ ബാക്ക് അടിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് വന്ന് ഇതിപ്പോൾ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ഈ ഒരു ടെംപ്ലേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യണം. ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളത് എഡിറ്റ് ചെയ്ത് അത് ഡിഫോൾട്ട് ആക്കണം. എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഫിൽട്ടർ ചെയ്യേണ്ട രീതി അത് സെയിം പ്രൊസീജിയർ തന്നെ ഫിൽട്ടർ ചെയ്താൽ മതി. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരിടത്ത് നമുക്ക് കാണാൻ പറ്റും, ഒരു ഏരിയയിൽ മാത്രം. സെയിം സാധനം തന്നെ നമുക്ക് നേരെ പോയി പ്രോജക്റ്റിലും ചെയ്യാം. പ്രോജക്റ്റിൽ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇതിപ്പോൾ പ്രോജക്റ്റുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈച്ച് പ്രോജക്റ്റിനകത്താണെങ്കിൽ ഏതെങ്കിലും ടാസ്കുകൾ കണക്റ്റഡ് ആണെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പ്രോജക്റ്റിൽ വന്നതാണെങ്കിൽ ഇവിടെ നമ്മളാണെങ്കിൽ അറിഞ്ഞിരിക്കണം എന്തുണ്ടാകും, എത്രയൊക്കെ ടാസ്കുകൾ കണക്ട് ആയിട്ടുണ്ട്, ഇതിനകത്തുള്ള ടാസ്കുകൾ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടെംപ്ലേറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ന്യൂവിൽ പോയിട്ട് ന്യൂ ടെംപ്ലേറ്റ് അടിക്കുക. ന്യൂ ടെംപ്ലേറ്റ് അടിച്ചതിന് ശേഷം നേരെ താഴേക്ക് വരിക. നമുക്കിപ്പോൾ ഇവിടെ ഒരു ലിങ്ക്ഡ് വ്യൂ തയ്യാറാക്കാം. ലിങ്ക്ഡ് വ്യൂ ഓഫ് ടാസ്ക് നമ്മൾ ഡേറ്റാബേസിനെ ടാസ്ക് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ആസ് യൂഷ്വൽ ഫിൽട്ടർ ചെയ്യും. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഫിൽട്ടർ ചെയ്യുന്നത്? പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സമയത്ത് ഫിൽട്ടർ ചെയ്യേണ്ടത്. എന്നിട്ട് അൺടൈറ്റിൽ സെലക്ട് ചെയ്തോളൂ. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ എന്ത് കിട്ടും? ഈ ഒരു വ്യൂ പ്രോജക്റ്റുകളെല്ലാം കിട്ടും. സോ ഞാനിവിടെ ആണെങ്കിൽ ഓൾ എന്നുള്ളത് റീനെയിം ചെയ്തിട്ട് ഓൾ എന്നാക്കുകയാണ്. അതായത് ഓൾ പ്രോജക്റ്റ് ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്താണ് ഒരു വ്യൂവും കൂടെ വേണമെങ്കിൽ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടുന്ന് വ്യൂ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് റീനെയിം ചെയ്യുന്നു ഇൻകംപ്ലീറ്റഡ് ടാസ്ക്, ഇൻകംപ്ലീറ്റ്. സോ ഇവിടെ ഫിൽട്ടർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫിൽറ്ററും കൂടെ ഞാൻ ആഡ് ചെയ്യും. ആ ഫിൽറ്റർ എന്ന് പറയുന്നത് കംപ്ലീറ്റിൽ അൺചെക്ഡ് ആയിട്ടുള്ളതാണ് ഇവിടെ വരുന്നത്. ഇനി അത് കണക്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ ഉള്ള പ്രോജക്റ്റുകൾ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളെല്ലാം ഇവിടെ വരും. ഓക്കെ, അങ്ങനെ വരും. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോജക്റ്റും നമ്മുടെ ഏരിയയും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏരിയയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ് ഓൺ ഗോയിങ് പ്രോജക്റ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ആർക്കൈവ് ചെയ്തു. ഞാൻ തിരിച്ച്
തിരിച്ച് ആക്ടിവേറ്റ് ചെയ്യും. അൺആർക്കൈവ് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ ഏതെങ്കിലും ഒരു ഇത് തുടങ്ങുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ ഡിഫാൾട്ട് ടെംപ്ലേറ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ചെയ്തു. ഇതിന് റിസോഴ്സും പ്രോജക്റ്റും എല്ലാം ഒരിടത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ടാസ്കുകളെല്ലാം ഒരിടത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. സോ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് എന്ന് പറയുന്നതാണ് ഇപ്പം മേജർ ഐറ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഇതിനെ ബെറ്റർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വന്ന് ടാസ്ക് ടൈപ്പ് ചെയ്യാൻ നേരത്ത് സംടൈംസ് വി ഡോണ്ട് നോ വെദർ ഇറ്റ് ഗോസ് ടു ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ആണോ, ഏരിയ ചിലപ്പോൾ അറിയായിരിക്കും, പ്രോജക്റ്റ് അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്തുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ക്വിക്ക് ടാസ്ക് ആയിട്ട് അടിച്ചിട്ടാൽ മതി. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിനകത്തൊരു ഇൻബോക്സ് വ്യൂവും കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം. ഒരു ഇൻബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു ടേംസും ഈ ഒരു അപ്രോച്ചും കിട്ടിയത് GTD എന്ന് പറയുന്നൊരു ബുക്കിൽ നിന്നാണ്. ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ടാസ്ക് മാത്രം അടിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ അടിക്കുക. അതിനുശേഷം നമുക്ക് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്താൽ മതി ലേറ്റർ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇൻബോക്സ് ടാസ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫിൽട്ടർ ചെയ്തത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? പ്രോജക്റ്റ് ഈസ് എംപ്റ്റി എന്ന് സെലക്ട് ചെയ്തത്. അതായത് പ്രോജക്റ്റ് എംപ്റ്റി ആയിട്ടുള്ളതും അതേപോലെ ഏരിയ എംപ്റ്റി ആയിട്ടുള്ളതും എഗെയിൻ കണ്ടെയ്ൻസിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈസ് എംപ്റ്റി. സോ ഈസ് എംപ്റ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണോ നിങ്ങളിപ്പോൾ ഒരു ടാസ്ക് ആഡ് ചെയ്യുമ്പം അതിനകത്തൊന്നും വരാത്ത ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഡോക്യുമെന്റ് ഫോർ ഇന്റർവ്യൂ എന്ന് ഞാൻ ചുമ്മാ ഒരു ടാസ്ക് ആഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വരുമ്പോൾ നമുക്ക് ഈ ടാസ്ക് ഇവിടെ ഇൻബോക്സിൽ കാണാം. ബിക്കോസ് ഇതിനകത്ത് പ്രോജക്റ്റോ ഏരിയയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അൺപ്രോസസ്ഡ് ആണ്. സോ വി ഹാവ് ടു പ്രോസസ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ 90% ഓഫ് ടൈം കുക്ക് ടാസ്ക് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ലേറ്റർ ആണ് നമുക്ക് സമയം കിട്ടുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, വലിയ ടാസ്ക് ആണെങ്കിൽ ചെയ്യുക, 2 മിനിറ്റ് താഴെയുള്ള ടാസ്ക് ആണെങ്കിൽ എഴുതിയിടാനൊന്നും നിൽക്കാതെ ചെയ്ത് തീർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ടാസ്ക് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എലമെന്റിനുള്ളിലുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ നമുക്ക് ഈ വ്യൂ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെന്താ ടാസ്ക്, ഇത് ഒരു ലൈനായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വ്യൂ സെറ്റ് ചെയ്തെടുക്കണം. അതിനാണ് ഈ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ വേണമെന്നുള്ള സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഉദാഹരണത്തിന് ഒരു സംഭവം പറയാം. എനിക്ക് ക്വിക്ക് ടാസ്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ വേണമെന്ന് വെച്ചോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ആഡ് ചെയ്യുന്നു. അതിൻ്റെ പേരെന്ന് പറയുന്നത് ക്വിക്ക് ടാസ്ക് ആണ്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? ആഡ് പേജ് 2 ആണ്. ആഡ് പേജ് 2 ഏത് പേജിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്? ടാസ്കിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് അന്നത്തെ ഡേറ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് ടുഡേ സെലക്ട് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, ഡേറ്റ് തന്നെ ആഡ് ചെയ്യുക. അങ്ങനെ പിന്നീട് എന്താണ് വേണ്ടത്? ക്വിക്ക് ടാസ്കിൽ തൽക്കാലം ഈ രീതിയിൽ നമുക്ക് ഒന്ന് കണ്ണടിച്ച് നോക്കാം. സോ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു സംഭവം വന്നു. ഇതിവിടെ ഒരു ലൈനായിട്ട് കിടക്കുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ലുക്കിനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ഈസ്തെറ്റിക്കലി സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഡാഷ്ബോർഡും അത് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വർക്ക് വെച്ചിട്ടാണെങ്കിൽ നേരെ വരിക, ക്വിക്ക് ടാസ്ക് എടുക്കുക. ഓക്കെ, ക്വിക്ക് ടാസ്ക് എടുക്കുമ്പോൾ ആ പേജ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ പേജ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ പോയി ഇതൊന്നുകൂടെ എഡിറ്റ് ചെയ്യണം. ക്വിക്ക് ടാസ്ക് എഡിറ്റ് ചെയ്തിട്ട് ആഡ് അനദർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ പേജിന് സൈഡ് പീക്കിലിടാം. ഓർ സെൻറ്റർ പീക്ക് സെലക്ട് പേജ്. ആ പേജ് എന്ന് പറയുന്നത് ന്യൂ പേജ് ആഡ് ചെയ്ത പേജ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വിക്ക് ടാസ്ക് വരുവാണെങ്കിൽ നമുക്ക് ടാസ്ക് വന്നു. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്യാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം എന്താണോ നമ്മുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് വേണ്ടത് അതനുസരിച്ചിട്ടാണ് നമ്മളതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ ഒരു കാര്യം മിസ്സായത് എന്താണെന്ന് വെച്ചാൽ ഈ ആർക്കൈവിലെ ടാസ്ക് ആഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഏരിയ പ്രോജക്റ്റ് ഇവിടെ ആണെങ്കിൽ നമുക്ക് ടാസ്കും കൂടെ ആഡ് ചെയ്യാം. ടാസ്ക് ആഡ് ചെയ്തിട്ട് അവിടെ എന്താണ് ഫിൽറ്റർ ചെയ്യേണ്ടത്? ഫിൽറ്റർ പ്രോജക്റ്റ് ഈസ് എംപ്റ്റി, ഏരിയ ഈസ് എംപ്റ്റി, അതല്ല, ഡിലീറ്റ് ഫിൽറ്റർ. ഈ ഫിൽറ്റർ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ടൊരു ഫ്രഷ് ഫിൽറ്റർ ആഡ് ചെയ്യുക. ആർക്കൈവ് ചെക്ക്ഡ്. ഓക്കെ, ദാറ്റ് വിൽ ബി ദ ടാസ്ക്. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആർക്കൈവ് ചെയ്തതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക, ആസ്തെറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. മോർ ഓഫ് ആസ്തെറ്റിക്കൽ ആഡ് ചെയ്യുക, പിന്നെ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. ഫങ്ഷണൽ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ക്വിക്ക് ടാസ്ക് ഞാൻ ആഡ് ചെയ്തില്ല. അതേപോലെ എന്തെങ്കിലും ഇപ്പോൾ ഹാബിറ്റ് ട്രാക്കറിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് വൃത്തിയാക്കുക. ഇപ്പോൾ വൃത്തിയാക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ ഇതിവിടെ ഞാൻ എടുത്തത്
ഈ അറ്റത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 2 ടാസ്ക് ആയിട്ട് വരുത്തി. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, ഇതൊരു വൃത്തിയായില്ലേ? എവിടെയാണ് ടാസ്കും അങ്ങനെയുള്ള ബട്ടൺസും ഒക്കെ ആണെങ്കിൽ ഒരു സൈഡിൽ വന്നു, ടാസ്ക് ഹാബിറ്റ് ഇങ്ങനെയുള്ള ഡേറ്റാബേസ് ഒരു സൈഡിൽ വന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ രീതിയിലുള്ള ഒരു എസ്തെറ്റിക്കൽ അപ്പിയറൻസ് എങ്ങനെ വേണോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. ഞാൻ എസ്തെറ്റിക്കൽ അപ്പിയറൻസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ വൈകാതെ ചെയ്യാം, എങ്ങനെ ഇത് വൃത്തിയുള്ളൊരു സെറ്റപ്പ് ആക്കി എടുക്കാമെന്നുള്ള രീതിയിൽ. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റ് ഇടുക, എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടതെന്നും എന്ത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.